ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും നമ്മളോടൊപ്പം ഭദ്ര ചേരുന്നുണ്ട്. ഭദ്ര, എല്ലാ വേദികളിലും ഇപ്പോൾ മത്സരം പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നൽകാനുള്ള? അതുപോലെ തന്നെ ഉച്ച സമയമായിരിക്കുന്നു, വിശപ്പിന്റെ വിളി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രുതി, ഉച്ചസമയമാണ്. ഇവിടെ ഒന്നാം വേദിയിൽ മോഹിനിയാട്ടം അത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇന്ന് കുറച്ച് കുട്ടി കലാകാരികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ളത് ഈ കലോത്സവ വേദി, കലോത്സവം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോലും ഈ കുട്ടിക്കുട്ടങ്ങളാണെന്നുള്ളതാണ്. മംഗലം കളി എന്ന് പറയുന്നത്, അതായത് കാസർഗോഡിൻ്റെ ഒരു തനത് കലാരൂപമാണ്. ഈ കല്യാണ വീടുകളിലൊക്കെ ഒരു പ്രത്യേക സമുദായക്കാരാണ് അത് ചെയ്തു വരുന്നത്. ഈ കല്യാണ വീടുകളിലൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൽദി, മെഹന്തി എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ തനതായിട്ടുള്ള ഒരു കലാരൂപമാണ് മംഗലം കളി എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ചെയ്തു വരുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇടകലർന്നുകൊണ്ട് ഒരു ആഘോഷമായിട്ടൊക്കെ ചെയ്തു വരാറുള്ളത്. ഇന്നിപ്പോൾ ഈ കുറച്ച് പെൺകുട്ടികളാണ് ഇത് കലോത്സവ വേദിയിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു മത്സര ഇനമല്ല എന്നുള്ളതും ഏറ്റവും പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത വർഷം മുതൽ ഇതും ഒരു മത്സര ഇനമായി മാറുകയാണ്. എന്തായാലും നമുക്കിത് ആ കുട്ടികളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ടീച്ചറാണ് അവരെ ഈ ഒരു കലാരൂപം പഠിപ്പിച്ചത്. നമുക്ക് ടീച്ചറിലേക്ക് ആദ്യം പോകാം. എങ്ങനെയാണ് ഈ കുട്ടികളെ ഈ ഒരു കലാരൂപം പഠിപ്പിച്ചത്, എന്തൊക്കെയാണ് ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ടീച്ചർ രാജീവി പേര് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഇത് വയനാടിൻ്റെ കാസർഗോഡിൻ്റെ തനത് കലാരൂപമാണ് ഇത്. ഈ മക്കളെയൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ആക്കിയത് ടീച്ചറാണ്. ഈ ആദ്യം തന്നെ ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവരെ ഇതൊക്കെ പഠിപ്പിച്ച് വലുതാക്കി? നമുക്കറിയാം ഇത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. സാധാരണ ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു ഡാൻസ് പോലെ എല്ലാം നമുക്കറിയാം. അതിനെപ്പറ്റി ഒന്ന് പറയുമോ? മംഗലം കളി പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന മാവിലൻ സമുദായം, മലവേട്ടുവ സമുദായങ്ങളിൽ കളിച്ചു വരുന്നൊരു കളിയാണ് മംഗലം കളി. ഒരു ആചാരാനുഷ്ഠാന കലയാണ് മംഗലം കളി. മംഗലം കളി പറഞ്ഞാൽ സാധാരണ മാവില സമുദായങ്ങളുടെ വീടുകളിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം കളിക്കുന്നൊരു കളിയാണ് മംഗലം കളി പറഞ്ഞാൽ. മംഗലം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ആണുങ്ങളും പെണ്ണുങ്ങളും കുറച്ച് പ്രായമുള്ളവരെ മുമ്പെല്ലാം കളിക്കല്. ഇതെന്താണ് പെൺകുട്ടികളെ മാത്രം വെച്ചു? ഇത് ലേഡീസ് ഹോസ്റ്റലത്തെ കാസർഗോഡിലെ പരവനടുക്കം MRSലത്തെ കുട്ടികളാണ്. അപ്പോൾ അതിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ്. ലേഡീസ് മാത്രമായില്ലേ, പെൺകുട്ടികൾ മാത്രം. എത്ര ദിവസം എടുത്തു അത് പഠിപ്പിക്കാൻ വേണ്ടി? ആണുങ്ങൾ മാത്രം കൊട്ടുന്ന തുടി, ഇതിന് ഉപയോഗിക്കുന്ന തുടിയാണ്. അത് ആണുങ്ങളാണ് അധികം കൊട്ടല്. ഇതിപ്പോൾ പെൺകുട്ടികൾ പരിശീലിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആ തുടി കൊട്ടിയിട്ടാണ് ഇങ്ങനെ. ഓക്കെ ഓക്കെ. തുടി കൊട്ടിട്ട്, അതായത് ഇതിന്റെ ഒരു വാദ്യോപകരണമാണ് ഈ തുടി എന്ന് പറയുന്നത്. ഈ തുടി കൊട്ടിയിട്ട് ഈ കുട്ടിക്ക് കഴുത്തിന് ചെറുതായിട്ട് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. മോളുടെ പേരെന്താടാ? അഞ്ജന. ഓക്കെ. ഇതെങ്ങനെയാ അത് സംഭവിച്ചത്? അത് വലിച്ചു സംഭവം വലിച്ചു കൊട്ടുന്നതാണ്. അപ്പൊ വലിച്ചു കുറച്ചിതുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പാടാണ്. ഇത് ആണുങ്ങളാണ് പ്രധാനമായിട്ടും ഈ തുടി കൊട്ടുന്നത്. അപ്പോൾ അതിനൊപ്പം ചുവട് വെക്കുന്നത് സ്ത്രീകളുമാണ് ഈ കലാരൂപത്തെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ പെൺപുലികൾ തന്നെയാണ് രണ്ടും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ടീച്ചർ ഇത് എത്ര ദിവസം എടുത്തിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചത്? ഇതിപ്പോൾ പെട്ടെന്ന് ഇവർ പഠിച്ചതാണ്, കുറച്ച് ദിവസത്തിനുള്ളിൽ പഠിച്ചെടുത്തു. ഓക്കെ. അടുത്ത വർഷം മുതൽക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു വർഷം ഇതൊരു ഐറ്റം അല്ല, പക്ഷെ അടുത്ത വർഷം മുതൽക്ക് ഇതൊരു മത്സര ഇനമായി മാറുകയാണ്. അതിനെപ്പറ്റി എങ്ങനെയാണ്? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കം അത് വേദിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്? ഇതിപ്പോൾ മത്സര ഇനമായി തിരഞ്ഞെടുത്താൽ ഇപ്പോൾ എല്ലാവരിലേക്കും ഈ കലാരൂപം എത്തും. അതെ. ഇത് ഇത്രയോളം മാവില സമുദായം, മലവേട്ടു സമുദായങ്ങളെ മാത്രം കളിച്ചു വരുന്ന ഒരു കളിയാണ് ഇത് മംഗലം കളി. ഇനിയിപ്പോൾ ഇത് ലോകം മുഴുവൻ അറിയപ്പെടും. ശരി. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുമോ എന്നറിയില്ല. കാരണം രാവിലെ മുതൽക്ക് കുട്ടികൾ ഇങ്ങനെ ഭയങ്കര ടയേർഡായിട്ട് നിൽക്കുകയാണ്. അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് പാട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ? ഓക്കെ. മോളുടെ പേരെന്താടാ? മഞ്ഞയാണ്. അപ്പം ഇതിൻ്റെ പ്രധാന ഗായിക. ബാക്കി കുട്ടികളൊക്കെ കോറസായിട്ട് നിൽക്കും. തുടി കൊട്ടൊന്നും കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും അതൊന്ന് ആസ്വദിക്കാം. Pate, ate pate, ayya manjo, ajo le 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 la jo, maine jikeya, ulle lappugaya. Ayya manjo, ajo le 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 la jo, maine jikeya, ulle lappugaya. Ayya manjo, ajo le 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 la jo, maine jikeya.
തന്നെ കല ആസ്വദിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അടുത്ത വർഷം തൊട്ട് ഇതും ഒരു മത്സരീനാവാൻ പോവുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ കുട്ടികളൊക്കെ ഇത്രയും. ഇത് പാളയാണല്ലേ, പാളത്തൊപ്പി. ഓക്കെ, പാളത്തൊപ്പി വെച്ചുകൊണ്ടൊക്കെയാണ് ഇവരുടെ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടാൽ അറിയാം. അത് ആ ഒരു സമുദായത്തിൻ്റെ ഒരു തനതായിട്ടുള്ളൊരു കലാരൂപം തന്നെയാണ്. എന്തായാലും ഡാൻസ് ഇല്ല എങ്കിൽ പോലും അവരുടെ ഒരു താളത്തിനൊപ്പം ഞാനും അങ്ങ് താളം പിടിച്ചു എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മത്സര ഇനം തന്നെയാകും അടുത്ത വർഷം മുതൽ ഈ മംഗലം കളി എന്നുള്ളത്. ഇത് വിവാഹ വേദികളിൽ മാത്രമായിരുന്നു, ഇനി ഇത് കലാവേദികളിലേക്ക് കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ടീച്ചർക്ക് വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു കുട്ടികളെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിപ്പിച്ച് നമ്മുടെ കലാവേദിയിലേക്ക് എത്തിച്ചതിന്. ശ്രുതി, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കലാവിശേഷങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വിശേഷങ്ങളാണ് കേരള വിഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതി.